ഗ്രീൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ തിന്നായിട്ടൊരു ഡോറി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ക്രോസ് പീസാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3/4 ഇഞ്ച് വീതിക്കും വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം. ക്രോസ് പീസ് തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സിംഗിൾ ഫൂട്ടാണ് ആവശ്യം. നമ്മൾ പൈപ്പിംഗ് എല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന സിംഗിൾ ഫൂട്ട്. നമ്മുടെ സ്ട്രിപ്പിൻ്റെ നല്ല വശമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ സ്ട്രിപ്പിൻ്റെ നല്ല വശത്ത് നമുക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് സെൻറ്ററിലായിട്ട് 1/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ട്രിപ്പ് 2ആക്കി മടക്കണം. ഇതുപോലെ കണ്ടോ? അതായത് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ സെൻറ്ററിൽ വരും. അതിനുശേഷം ആ ത്രെഡ് ഊരി പോകാതെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ? മുകളിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, അതായത് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ത്രെഡിൽ മുട്ടാതെ അരികിൽ കൂടി, അതായത് ത്രെഡിൻ്റെ അരികിൽ കൂടി നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രാവശ്യവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ ഇത് കെട്ടിയൊക്കെ വെക്കുമ്പോഴത്തേനും അഴിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കണത്. കണ്ടോ? ഈ നമ്മുടെ പൈപ്പിംഗ് ത്രെഡിൽ മുട്ടാതെ അരികിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിയുള്ള തയ്യൽ തുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ചിൽ കുറവ് തുണി അവിടെ വെച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? ഞാനിപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മേളിലാണ് ലോക്ക് ചെയ്ത് വെച്ചേക്കണത്, അതായത് പൈപ്പിംഗ് മുകളിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ലോക്ക് ചെയ്യാത്ത ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ പയ്യെ കയറ്റി കൊടുക്കണം. അതായത് നമുക്കിത് തിരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുകളിൽ ലോക്ക് ചെയ്ത ഭാഗമാണ്, പൈപ്പിംഗ് അവിടെ ലോക്ക് ചെയ്തില്ലേ, ആ ഭാഗം ഒരു നീഡിലൊക്കെ ഉപയോഗിച്ച്, ഞാനിവിടെ നമ്മൾ നൂലൊക്കെ അഴിക്കണ നീഡിലാണ് എടുത്തേക്കണം, അത് ഉപയോഗിച്ച് പയ്യെ ഒന്ന് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുമ്പോഴത്തേനും ബാക്കി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പോരും കേട്ടോ. കാരണം ആ ലോക്ക് ചെയ്ത് വെച്ചേക്കണം ഇവിടെ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടൊന്നത് വരാൻ, ഇങ്ങോട്ട് തിരിച്ച് വരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ നീഡിൽ കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് പിന്നെ സിമ്പിളായിട്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ തയ്യൽ തുമ്പ് അകത്ത് പോയിട്ട് നല്ല വശം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നല്ല വശം ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്ത് കിട്ടണം. കണ്ടോ? നമ്മുടെ ഇത് തിരിഞ്ഞു വന്ന്, കണ്ടോ? ഇത് കണ്ടോ? തിരിഞ്ഞു വന്ന്. ഇനി ബാക്കിയുള്ളത് സിമ്പിളായിട്ട് തന്നെ ഇത് കണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ പോരും. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാൻ. നമുക്ക് ഏത് ഡ്രസ്സിനും മാച്ചായിട്ടുള്ള ഡോറി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ റെഡിമെയ്ഡ് ഡോറിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇത്ര മാച്ചായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ സെയിം ക്ലോത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു റെഡിമെയ്ഡ് കുഞ്ചലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതായത് കണ്ടോ? ഇതുപോലെ ഇങ്ങനെ റെഡിമെയ്ഡ് കുഞ്ചല, ഏത് കുഞ്ചലം വേണമെങ്കിലും വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു തുണി എടുത്ത് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു തുണി എടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു കുഞ്ചലം വേണമെങ്കിലും ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കണതിനേലും എപ്പോഴും സൂപ്പറായിരിക്കും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യണ ഡ്രസ്സിൻ്റെ തുണി കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ. വളരെ എളുപ്പമാണ്. കാണുമ്പോൾ ആദ്യമൊക്കെ ഇത്തിരി പാടുണ്ടാവും ചെയ്യാം, പക്ഷേ പിന്നീട് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.